ഹായ് റീന ഫിലാക്കട്ടാണേ. ഞാൻ ഇപ്പോൾ ഉള്ളത് നമ്മളെ കേരള ലൈഫ് കോക്കനട്ട് പ്രോസസ്സിങ് യൂണിറ്റിലാണ്. അതായത് നമ്മുടെ മണ്ണൂർ ബാങ്കിൻ്റെ ഒരു സ്ഥാപനമാണ് ഇത്. വാ അപ്പോഴേ പിന്നെ ഞങ്ങൾ ഈ വെളിച്ചെണ്ണേനെ സംബന്ധിച്ച് നല്ല വേണ്ടിയിട്ട് വന്നതാണ്. ഒന്ന് കാട്ടിക്കൂടെ? ഇതാണ് നമ്മളെ വെളിച്ചെണ്ണ. ഇതൊരു ലിറ്ററിൻ്റെ വെളിച്ചെണ്ണ. ഇത് 500-ൻ്റെ 200-ൻ്റെ അല്ലേ? 200-ൻ്റെ. ഇത് 3 വിധത്തിൽ. പിന്നെ നമ്മൾ ക്യാനിൽ അളന്നു കൊടുക്കും. അത് നമ്മൾ ആവശ്യാർത്ഥം 2 ലിറ്ററിൻ്റെ. ഇത് നമ്മൾ 2 ലിറ്ററിൻ്റെത് ആവശ്യം കൊടുക്കുന്നതാണ്. പിന്നെ നമ്മുടെ 5 ലിറ്ററിൻ്റെ ക്യാനായിട്ട് അങ്ങനെയുണ്ടല്ലേ? ക്യാനായിട്ട് വരുന്നതാണ്. 5 ലിറ്ററിൻ്റെ ക്യാനായിട്ട്. പിന്നെ ഇനി നമുക്ക് ഇപ്പോൾ കല്യാണ ബൾക്കായിട്ട് ടീമുകളൊക്കെ വന്നു കഴിഞ്ഞാൽ കല്യാണ പാർട്ടി അങ്ങനെയൊക്കെ ഇത് ക്യാന് കൊണ്ടുവരണോ അതോ ഇവിടെ ഉണ്ടാവും? അല്ല, ഇത് നമ്മൾ ഇവിടെ ഉണ്ടാകും. എന്നിട്ട് തിരിച്ച് നമുക്ക് റിട്ടേൺ തന്നാൽ മതി. ഇനിയിപ്പോൾ ക്യാഷ് ആയിട്ട് അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് അങ്ങനെയും കൊടുക്കാം. ചെയ്യാം അല്ലേ? ഇതാ പൗച്ചുണ്ട്. ലിറ്ററിൻ്റെയും 500-ൻ്റെ അല്ലേ? 500-ൻ്റെതാണ്. നമ്മൾ 200-ൻ്റെത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പൗച്ച് ചെയ്യുന്നില്ല. കാരണം ബോട്ടിൽ തന്നെയാക്കുന്നില്ല. കാരണം ഇത് പൗച്ചിലാക്കിയ 200 പരമാവധി കുറച്ചേ കിട്ടുള്ളൂ. കാരണം പാക്കറ്റിലേക്ക് തന്നെ ബാക്കിയായി കിടക്കല്ലോ. അപ്പോൾ അത് പറ്റാത്തതുകൊണ്ട് നമ്മൾ ബോട്ടിലാക്കി കൊടുക്കും. പിന്നെ ഇതൊക്കെ നമ്മൾ ഷോപ്പിൽ പാക്ക് ചെയ്ത് വെച്ചതാണ്. ഷോപ്പിലേക്ക് ഓർഡറാണ് അല്ലേ? ഷോപ്പിലേക്ക് എങ്ങനെ ഓർഡർ ഉണ്ടോ? ഓർഡർ നന്നായിട്ടുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണ അത്രയും നല്ല പരിശുദ്ധമായ വെളിച്ചെണ്ണയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കെമിക്കലും ഒരു സൈഡ് എഫക്റ്റും നമ്മൾ അതിൽ വരുത്തുന്നില്ല. പൂർണ്ണമായിട്ടും നല്ല വെളിച്ചെണ്ണയാണ്. കാരണം കർഷകരിൽ നിന്ന് നമ്മൾ നല്ല നാളികേരം, വിളഞ്ഞ നാളികേരം കളക്ട് ചെയ്തിട്ട് അത് നമ്മൾ നേരെ വെളിച്ചെണ്ണയാക്കുന്നൊരു രീതിയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തു പോകുന്നത്. നമ്മൾ ഈ കടലുണ്ടി പഞ്ചായത്തിലെ മാത്രമല്ല, നമ്മൾ പുറത്തൊന്നും എടുക്കുന്നത്. ആളുകളെ പ്രതികരണം എങ്ങനെയാണ്? നല്ല രീതിയിലാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴാണ് കർഷകരെല്ലാവരും നാളികേരത്തിന്റെ വില കറക്റ്റായിട്ട് കിട്ടുന്നു എന്നുള്ളൊരു ഇതാണ് അവരുടെ അടുത്തുനിന്ന് വരുന്നത്. അതായത് പുറത്തുള്ളതിനെക്കാളും കൂടുതൽ പൈസ ഇവിടെ കിട്ടുന്നുണ്ട്. അത് ഏകദേശം 1 രൂപ അല്ലെങ്കിൽ 1.5 രൂപ അധികത്തിൽ നമ്മൾ മാർക്കറ്റ്. ഒരു 1000 നാളികേരം ഉണ്ടെങ്കിൽ അത് തൂക്കിയാൽ കിട്ടുന്ന ഒരു കിലോന്മേലാണ് 1 രൂപ 1.5 രൂപ കൊടുക്കുന്നത്. നല്ലൊരു പൈസ. അതെ. അതുകൊണ്ട് എല്ലാ കർഷകരെല്ലാവരും ഇപ്പോഴാണ് കർഷകരെല്ലാവരും പറഞ്ഞത് തേങ്ങയ്ക്ക് ഇത്ര വിലയുണ്ട് അല്ലേ? കാരണം എല്ലാവരും പേപ്പർ വിപണി മാർക്കറ്റ് നോക്കിയിട്ടല്ല എല്ലാവരും ചെയ്യാം. കുറെ ആൾക്കാർ ആദ്യം ഇങ്ങനെ പരസ്യം ഇടുകയും ചെയ്യും. അതെ. നാളികേരത്തിന്റെ ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ട്. കടലുണ്ടി പഞ്ചായത്തിലെ കുറെ ആളുകളെ ചേർന്നുള്ള ഒരു ഗ്രൂപ്പ്. അതെ. അത് നമ്മുടെ ബാങ്കിന്റെ ഇതിനു മുമ്പ് ഒരു സെമിനാർ നടത്തിയിരുന്നു. കർഷകരെ എല്ലാവരെയും കൂട്ടിച്ചേർത്തൊരു സെമിനാർ നടത്തി. അതിൽ നമ്മൾ നമ്പേഴ്സ് എല്ലാം ചേർത്ത് അത് നമ്മളൊരു ഗ്രൂപ്പാക്കി എടുത്ത് എല്ലാ കർഷകരെയും അതിൽ ആഡ് ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് അന്നുള്ള വിപണി മാർക്കറ്റ് വില എത്രയാന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് ജനങ്ങളിലേക്ക് വില എത്തിച്ചേരണുണ്ട്. പുറത്തുള്ള ആളുകൾക്ക് ഇത് നാളികേരം എടുത്ത് പുറത്തേക്ക് അയക്കാം. അത് തന്നെ ഒരു ഇതാണോ? ഇതാണ് പ്രോസസ്സിങ് അവിടുന്ന് തുടങ്ങാം. ഒന്ന് പേര് പറഞ്ഞു. അനിൽകുമാർ. മാഡത്തിന്റെ പേര് പറഞ്ഞില്ല. എൻ്റെ പേര് സുബിന. അക്കൗണ്ടന്റ് ആണ്. ഇവിടുന്നാണ് അല്ലേ? അതെ. ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്ത് പോരുന്നത്. അവിടെ അപ്പുറത്ത് കർഷകർ കൊണ്ടാടുന്ന സ്ഥലമാണ്. കർഷകർ കൊണ്ടാടുന്ന തേങ്ങ ഇവിടെ ശേഖരിച്ചിട്ട് ഇവിടുന്ന് വെട്ടും. എന്നിട്ട് സൗകര്യം വെട്ടിയിട്ട് ഈ ഇതിലേക്ക് ഡ്രയറിലേക്ക് ഇടും. ഇതിലേക്ക് നേരെ ഇങ്ങനെ പോവുക. ഒക്കെ ഓട്ടോമാറ്റിക് ആട്ടോ. എല്ലാം ഓട്ടോമാറ്റിക്. അതിൽ ചെയ്തിട്ട് അതിലിട്ട് കഴിഞ്ഞാൽ അവിടുന്ന് വന്നിട്ട് നമ്മൾ 3 ഡ്രയറിലേക്ക് മാറ്റും അല്ലേ? ഏകദേശം എത്ര നാളികേരം ഉണക്കാൻ പറ്റും ഒരു ഡ്രയറിൽ? 3.5 ടണ്ണ്. അപ്പൊ അത് 3.800. അതിന്ന് വന്നിട്ട് കട്ട് ചെയ്യാനുള്ള സ്ഥലമാണ് ഇത് അല്ലേ? ഇത് കൊപ്പരയായി കഴിഞ്ഞതിന്റെ ശേഷം പിന്നെ
അവിടെ നിന്ന് ഇങ്ങോട്ട് നീക്കിയിടും. ഇതിലേക്ക് നീക്കിടും. അപ്പോൾ അതിൽ പീസാക്കിയിട്ട് ഇത് കട്ടായി ഇതിന്ന് കട്ട് ചെയ്തതിന് ശേഷം നേരെ ഇതിൽ ആകെ നമ്മൾ തേങ്ങ വെട്ടുന്നതും പിന്നെ ഇത് മാനുവലായിട്ട് അത് ഡിവിഷൻ ചെയ്യുന്നത്, അതായത് കൊപ്ര അടർത്തുന്നതും മാത്രമേ ഉള്ളൂ മാനുവലായിട്ട്. ബാക്കി എല്ലാം മിഷൻ പ്രോസസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതായത് ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ കൈയിൻ്റെ ഒരു ഉപയോഗത്തിന് വരുന്നില്ല. ഇതിനെല്ലാം മിഷനറീസ്. മിഷനറീസ്. അതെ, ഇത് നമ്മൾ നേരെ ഡ്രയറിന് എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നേരെ പോകുന്നു ഡ്രയറിലേക്ക്. പിന്നെ അവിടെ കയറി വന്നിട്ട് അതിന്ന് വന്നിട്ട് മിഷനിലേക്ക്. എത്ര ഫിൽറ്റർ നടക്കട്ടെ? ഫിൽട്രേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഇപ്പോൾ ഈ 3.5 ടൺ പറയുന്നല്ലോ, നമ്മൾ പരമാവധി 3.5 ടൺ വെച്ചിട്ടാണ് നമ്മൾ വെട്ടുന്നത്. ആ വെട്ടിനനുസരിച്ചിട്ടുള്ള തന്നെയാണ് അതിൽ 10 മണിക്കൂറോളം ഫസ്റ്റ് നമ്മൾ ഹീറ്റ് ചെയ്യും അല്ലേ? ഫസ്റ്റ് ഹീറ്റ് ചെയ്യും. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് പരമാവധി ഒരു 2,800 2,300 അങ്ങനെയൊക്കെ സംതിങ് തേങ്ങയാണ് വരിക, കൊപ്രയായിട്ടാണ് വരിക. അത് പിന്നെയും നമ്മളൊരു 3 മണിക്കൂർ 5 മണിക്കൂർ ഹീറ്റ് കൊടുക്കും. അപ്പോൾ 1000 സംതിങ്ങോളാണ് നമുക്ക് കൊപ്ര. അതിന് പ്യുവർ കൊപ്ര, അതായത് അതിൽ എല്ലാ വാട്ടർ കണ്ടന്റും ഒഴിവാക്കിയിട്ട് ഒറിജിനൽ നല്ല ഫുൾ ഡ്രൈ കൊപ്രയായിട്ട് വരിക. അതിൽ നിന്നാണ് പിന്നെ നമ്മൾ നേരെ നെക്സ്റ്റ് പ്രോസസ് ആയിട്ടുള്ള ചക്കിലേക്ക് ഈ മിക്സറിലേക്ക് ആട്ടാൻ വിടണം. അത് ശരി, അങ്ങനെയാണ് വരിക. അതെ അതെ. അപ്പോൾ അവിടുന്ന് വന്നിട്ട് ഇതിലേക്ക് വരും. വരുന്നത് അതെ അതെ. ഇത് നെക്സ്റ്റ് ഇതൊരു ഫസ്റ്റ് ഇതിലേക്ക് വന്നിട്ട് അതിന് നേരെ കൊപ്രയായിട്ട് അടിച്ച് കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ ഇത് പിന്നാക്കി ഇതിലൂടേക്ക് വരും ഈ പ്രോസസ്സ്. ഇതാണ് പിന്നെ ഫിൽട്ടർ. ഇത് നമ്മുടെ 2 വാട്ടർ ഇതിൻ്റെ എന്താണ് ടാങ്കാണ് സ്റ്റോർ അത് ശരി. അവിടുന്ന് ഫിൽറ്റർ ചെയ്തിട്ട് ടാങ്കിലേക്ക് പോകും. അവിടുന്ന് അത് വഴി വന്നിട്ടാണ് ഇങ്ങോട്ട് അപ്പൊ ഇത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. അതും ഇതേമാതിരി ഫിൽറ്ററിൽ നിന്നാണ് വരുന്നത്, ഡയറക്റ്റ് കണക്ട് ചെയ്തത്. അതേമാതിരി പൗച്ചിങ്ങും അതുപോലെ തന്നെയാണ്. പൗച്ചിങ് പിന്നെ നമുക്ക് ആവശ്യാർത്ഥം നമുക്കിപ്പോൾ 1 ലിറ്ററിലാണ് അടിക്കേണ്ടത് വെച്ചാൽ 1 ലിറ്ററിൻ്റെ പിന്നെ ബോട്ടിൽ പൗച്ച് പാക്ക് ചെയ്യുന്നതാണ് അത്. ബോട്ടിൽ പാക്കിങ്. അപ്പോഴേ ഏറ്റവും ശുദ്ധമായ വെളിച്ചെണ്ണ ഇപ്പോൾ കിട്ടുന്നതിൽ 99% നമ്മുടെ കേര ലൈഫാണ്. കേര ലൈഫ് ഉപയോഗിക്കുക, എല്ലാവരും ആരോഗ്യത്തെ സംരക്ഷിക്കുക അല്ലേ? എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, എല്ലാവരും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കേര ലൈഫ് ഉപയോഗിക്കുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും നമ്മൾ പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ പറ്റിയൊരു വെളിച്ചെണ്ണയാണ്. കാരണം ഒരു കെമിക്കലായിട്ടുള്ള ഒരു സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. പൂർണ്ണ പരിശുദ്ധമായ വെളിച്ചെണ്ണയാണ്. അപ്പോൾ എല്ലാവരും കേര ലൈഫ് ഉപയോഗിക്കുക. ഓക്കെ.